സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെ വേദപുസ്തകം വ്യാഖ്യാനിക്കണം എന്നുള്ള പഠനത്തിലാണല്ലോ ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാനിടയായി. എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടത്, ഒരു വ്യാഖ്യാതാവിന് എന്ത് ഉണ്ടായിരിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി. അതുപോലെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഓവർ ഇൻറ്റൻറ്റ്, എഴുതിയ ആള് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങോട്ട് എത്തേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനിടയായി. അതുപോലെ ഒരു വ്യാഖ്യാനത്തിലെ ഭാഷകളെക്കുറിച്ച്, ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, ഓവർ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായി. പശ്ചാത്തലം വായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിടയായി. പിന്നെ അനേകം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇത് ശരിക്കും ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ എക്സിജിസിസ് എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ്. എക്സിജിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈബിൾ പറയുന്ന വാക്യങ്ങളുടെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഔട്ട് ഓഫ് ദ ബൈബിൾ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. പുതിയ അർത്ഥങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യൻ എക്സിജസിസുമായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ലെങ്കിലും, ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാതാവല്ല. അതിന്റെ കാരണം എനിക്ക് ഈ ഇംഗ്ലീഷ് മലയാളവും പറയാൻ അറിയാമെന്നുള്ളതല്ലാതെ ഈ ബിബ്ലിക്കൽ ഹീബ്രുവും ഗ്രീക്കും ഒന്നും അതിനകത്തൊന്നും പാണ്ഡിത്യം ഒന്നും ഉള്ള ആളല്ല. അപ്പോൾ ഒരു പ്രോപ്പർ എക്സിജിസിസ് നടത്താൻ എനിക്ക് ഈ ഭാഷകളുടെ അന്നത്തെ പ്രയോഗങ്ങൾ എന്തായിരുന്നെന്ന് പഠിക്കുന്ന ഒരു ഭാഷാപ്രയോഗം എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അത് എനിക്കില്ലാത്തത് കൊണ്ട്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റാത്തത് കൊണ്ട്, നമ്മൾ സ്വന്തമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 4 പേര് വായിക്കുമ്പം 4 രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു, 4 അർത്ഥങ്ങൾ അതിന് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്കിനകത്ത്, സേഫ് ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്കിനകത്തേക്ക് അത് പൂർണ്ണമായിട്ടും നമ്മൾ അടിമകളെ പോലെ ചെല്ലുകയല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ചെല്ലുക എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ വേദവചനം വ്യാഖ്യാനിക്കുമ്പം ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, റോമലേഖനം എടുത്തൊരു പാസേജ് എടുത്തു കഴിഞ്ഞാൽ ആ പാസേജിന്റെ ലിറ്ററൽ മീനിങ്, കോണ്ടക്ച്വൽ മീനിങ്, അതിന്റെ അർത്ഥം എന്താണ്, ആ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ അതിനെ വിശദീകരിക്കാം, ഇതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു റീഫോംഡ് തിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് അതിനകത്തുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അയ്യോ അതിങ്ങനെയാണോ എന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈബിളിലെ മറ്റു വാക്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും അതിൻ്റെ ദ ഹോൾ പിക്ചർ ഓഫ് ദ ബൈബിൾ നമുക്ക് മനസ്സിലാക്കുവാനും ഒരു ലൂസ്ലി ബേസ്ഡ് ഓൺ എ ഫ്രെയിംവർക്ക്. ഇപ്പോൾ നമ്മൾ റിഫോംഡ് തിയോളജി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ അതുപോലെ വ്യാഖ്യാനിക്കണം എന്നുള്ളതല്ല, എന്നാൽ അതൊരു ലൂസ്ലി നമ്മുടെ കയ്യിലുള്ളൊരു ഫ്രെയിംവർക്കായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളൊരു പരിധി വിട്ട് തെറ്റുകളിലേക്ക് പോകുന്നത്, നമ്മുടെ പരിമിതികൾ കൊണ്ടുള്ള തെറ്റുകളിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ എക്സിജറ്റിക്കൽ ഫാലസീസ് എന്ന് പറയുന്നത് ശരിക്കും വേദ പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷപരമായ അറിവ് കുറവുകൊണ്ടോ വേദശാസ്ത്രപരമായ അറിവ് കുറവ് കൊണ്ടോ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന വ്യാഖ്യാന രീതികളിലുള്ള കുഴപ്പങ്ങൾ കാരണമോ, അല്ലെങ്കിൽ അലഗോറിക്കൽ വ്യാഖ്യാനങ്ങൾ ഒത്തിരി കേട്ടിട്ട് ഉള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ഡീനോമിനേഷണൽ വ്യാഖ്യാനങ്ങൾ, ഇപ്പം പെന്തക്കോസ്തുകാർ വ്യാഖ്യാനിക്കുമ്പോൾ പെന്തക്കോസ്ത് ചർച്ചിന് സ്യൂട്ടാവുന്ന രീതിയിൽ, ബ്രദറുകാർ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രദറുകാർക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ ഡീനോമിനേഷണൽ വ്യാഖ്യാനങ്ങൾ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ പല രീതിയിൽ ഇത് വെളിപ്പെട്ടു വരാൻ, പല രീതിയിൽ ആൾക്കാർ ചിന്തിക്കാനുള്ള കാരണം. എന്നാൽ ആത്മാർത്ഥമായി നമ്മൾ വചനം പഠിക്കുകയും ആത്മാർത്ഥമായി അതിൻ്റെ മൂലഭാഷ പഠിക്കുകയും ചെയ്ത കറക്റ്റ് അർത്ഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെ പറയുള്ളൂ. കാരണം ബൈബിളിലെ ഓരോ വാക്യങ്ങളും ഒരൊറ്റ സന്ദേശമാണ് നമുക്ക് തരുന്നത്. എന്നാൽ നമ്മുടെ അറിവ് കുറവ് കൊണ്ട് പലപ്പോഴും നമ്മൾ പല രീതിയിലാണിത്
മനസ്സിലാക്കുന്നത്. ഒരു പ്രോപ്പർ എക്സിജറ്റിക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഹെർമന്യൂട്ടിക് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള സകല വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന ആൾക്കാർ, ഓർ പീപ്പിൾ ഹു സേ സ്ക്രിപ്ചർ എലോൺ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ ഫെയ്ത്തിലേക്ക് എത്താൻ വേണ്ടി, അതായത് ഗോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വ്യാഖ്യാനം ഉപയോഗിക്കുന്നത്. വി ഓൾ ഹാവ് വൺ ട്രൂത്ത് റിവീൽഡ് ഇൻ ദ ബൈബിൾ. പക്ഷെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കാരണം നമുക്കതങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സമ്മർദ്ദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു പാസ്റ്റർ, ഞാനിതിൻ്റെ യെസ് ഓർ നോ പറയല്ല, ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു, ആഭരണം ധരിക്കുന്നതുകൊണ്ട് ദൈവക്രോധം എങ്ങനെ വരും. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ആഭരണം ധരിക്കുന്ന ഉദാഹരണങ്ങളുള്ള ഒത്തിരി വാക്യങ്ങൾ ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറയാണ്, ആഭരണം ധരിക്കരുതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വാക്യങ്ങൾ ആഭരണം ധരിക്കുന്നതായിട്ട് ഉണ്ട്. അത് എന്നിട്ട് പുള്ളി തന്നെ ഇതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം എടുത്ത് കാണിക്കുക. അപ്പം ഈ എന്നോട് ഇത് പറഞ്ഞ എൻ്റെ റിലേറ്റീവ് പറഞ്ഞത്, അദ്ദേഹം എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് വിശ്വാസത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നല്ല, ആ കമ്മ്യൂണിറ്റിക്ക് സ്യൂട്ടാവുന്ന രീതിയിലാണ്. സോ വെൻ ആൻ ഇന്റർപ്രറ്റർ ഡസ് നോട്ട് ഫിയർ ഗോഡ്, ദൈവത്തെ ഭയപ്പെടാത്തൊരവസ്ഥ വന്നു കഴിയുമ്പം നമുക്ക് നമ്മുടെ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പല രീതിയിൽ ഇത് വ്യാഖ്യാനിച്ച് എത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു മോട്ടീവും ഇല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മളിത് വായിക്കുന്നതെങ്കിൽ വി ക്യാൻ റീച്ച് അറ്റ് ദ കറക്റ്റ് മീനിങ്. അപ്പൊ നിങ്ങളിൽ ഒന്നോ രണ്ടോ പേർക്ക് ഒരു പക്ഷേ ഇത് കുറച്ച് ഡീപ്പായിട്ട് കൊണ്ടുപോകണം, ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ മോർ ഡീപ്ലി എന്നൊക്കെ തോന്നുവാണെങ്കിൽ ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് എ നമ്പർ ഓഫ് ടൂൾസ്. ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി വെളിയിലുള്ള കാര്യങ്ങളല്ല, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഭാഷ പഠിക്കാനും വ്യാഖ്യാന രീതികൾ പഠിക്കാനും ഇങ്ങനെയൊക്കെയുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇനി പ്രധാനമായിട്ടും ഈ സ്ട്രക്ചർ, വ്യാഖ്യാനം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെപ്പോഴും പലതരത്തിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ അത് ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്താൽ അത് ഉപമയാണെന്നും, ഒന്ന് കണ്ടിട്ട് അത് മറ്റൊന്നും നിനക്കുള്ളത് വർണ്ണത്തിൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്കയാണെങ്കിൽ ഉൾപ്രേക്ഷയാണെന്നും, എന്നാൽ പരസ്പരം ഭേദമില്ലാതെ ഒരുപോലെ ഇരിക്കുന്നു തോന്നുകയാണെങ്കിൽ അത് രൂപകമാണെന്നൊക്കെ. ഇതെല്ലാം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സ്പീച്ചിന്റെ പല പല ഫിഗറുകൾ, പല പല രൂപങ്ങൾ, നമ്മുടെ ഭാഷയുടെ വിവിധങ്ങളായ രൂപങ്ങൾ. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട രൂപങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, അവിടെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചിട്ടുള്ള പല ആൾക്കാർ സംശയങ്ങൾ ചോദിക്കും. ഒത്തിരി ആൾക്കാർ ഈ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പലരും സ്റ്റക്കാകുന്നത് ഈ ഫിഗർ ഓഫ് സ്പീച്ച് മനസ്സിലാകാതെ സ്റ്റക്കാവുന്നു. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് യെശയ്യാവിന്റെ 14 ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ. നിങ്ങൾ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഡിഫറെന്റ് ലേയേഴ്സ്, 2 ലേയേഴ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അത് എന്താണ് ശരിക്കും ആ 14 പറയുന്നത് എന്നുള്ള കാര്യം. ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ അത് ഫിഗർ ഓഫ് സ്പീച്ച് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു പോയട്രി എഴുതുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് ഫിഗർ ഓഫ് സ്പീച്ച് ഒരു പോയറ്റ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ ഡ്രമാറ്റിക് ആയിട്ട് ചിലപ്പോൾ പ്രസന്റ് ചെയ്യും. അഗബോസ് വന്ന ഒരു ഉത്തിരിയം എടുത്ത് കെട്ടി, ഉത്തിരിയത്തിന്റെ ഉടമയെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷനാണ്. അങ്ങനെ പലപ്പോഴും പ്രവാചകന്മാർ പറയുമ്പോൾ വർണ്ണശബളമായ ഭാഷ ഉപയോഗിക്കുകയും ഡെക്കറേറ്റീവ് ഫ്രേസസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഫിഗർ ഓഫ് സ്പീച്ച് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതും നമുക്ക് ഈ വ്യാഖ്യാന രീതികൾ പഠിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഇന്നും കൊണ്ട് വ്യാഖ്യാന രീതികൾ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് തീരുന്നില്ല. ഇത് ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടേതായിട്ട് പഠിക്കും. പക്ഷെ നമ്മുടെ സ്റ്റഡിയുടെ സ്കോപ്പിനകത്ത് അത് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് എന്നായാലും എന്താ പറയുന്നത്, ഒരു 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 ബൈബിളിൽ ഒരു പാസ് എടുക്കുമ്പോൾ അതിന്റെ ഫോം, അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ ഈ ലിറ്റററി എൻക്വയറി, അത് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ബട്ട് പ്രൊവൈഡഡ് യു ആർ ഇൻ ദ ലിമിറ്റ്സ് കൺഫൈൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഏറ്റവും ലളിതമായ കാര്യം പറയാം. സിമിലി അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഉപമാനം എന്നാണ്. ഉപമാനം, പാരബിൾ അല്ല, ഉപമാനം. ഉപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അതും എന്ന് പറയുന്നതാണ്.
ഓക്കെ, നമ്മൾ പറയും ഇവനെ കണ്ട അതുപോലെ ഉണ്ട് എന്ന് പറയുന്നത്, അതാണ് ഈ ഉപമാനം. സങ്കീർത്തനം 1:3 പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ. ഈ പോലെ എന്നുള്ള വാക്ക് എവിടെ വന്നാലും അതൊരു ഉപമ മാത്രമാണ്. ഈ ഉപമ എന്ന് പറയുമ്പോൾ അത് ആ ഉപമയായിട്ട് മാത്രമേ എടുക്കാവൂ. പിന്നെ അതിനകത്ത് വൃക്ഷത്തിന്റെ ഓരോ മരവും കൊമ്പും എടുത്ത് വ്യാഖ്യാനിക്കാൻ പോകരുത്. ഇറ്റ്സ് ഓൺലി എ താരതമ്യം, എ കമ്പാരിസൺ. ഓക്കെ, ഇത് ഇതുപോലെയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് കമ്പാരിസൺ അതിനകത്തുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇലപാടാത്തതുമായ തക്ക സമയത്ത് ഫലം കൊടുക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ആ ഫലം പുറപ്പെടുവിക്കുന്ന പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചാണ് അതവിടെ പറയുന്നത്. അതൊരു എക്സാമ്പിളാണ്. സിമിലി അല്ലെങ്കിൽ ഉപമാനത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ അനേക ഉപമകളിൽ ദൈവരാജ്യം നിധി അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയെ പോലെയാണ്. സദൃശ്യം, സദൃശ്യം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്, പോലെ. ഓക്കെ, അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ചിറക് പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് നിന്റെ ചിറകിൻ മറവിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. കർത്താവിന് ചിറകുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് ഫിഗർ ഓഫ് സ്പീച്ചാണ്. കർത്താവിൻ ചിറകിൻ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രൊട്ടക്ഷന്റെ കീഴിൽ ഞാൻ സ്വസ്ഥമായിരിക്കുന്നു എന്നർത്ഥം. അത് ദൈവത്തിന് ചിറകുണ്ടെന്ന് അതിനർത്ഥമില്ല. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പല ആൾക്കാർ പറയുന്നത് ദൈവത്തിന് ചിറകുണ്ട്, കൈയുണ്ട്, കാലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ ആന്ത്രോപോമോർഫിസംസ്. ഓക്കെ, അത് ഈ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ നമ്മൾ വഴിതെറ്റിയ ആടുകളെ പോലെ ആയിരുന്നു. ഓക്കെ, പിന്നെ പല കാര്യങ്ങളും ഇപ്പം മണവാട്ടി സഭ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ലിറ്ററൽ ഒരു മണവാളനും മണവാട്ടിയും പോലെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതായിട്ടൊക്കെ ചിന്തിക്കുന്നു. അതും ഇങ്ങനൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഇന്റിമസി, വൺനെസ്, ടുഗദർനെസ്, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ സ്പിരിച്വൽ യൂണിയൻ. അതുകൊണ്ട് അതിനെ വിവാഹവുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇത്തിരി തലയ്ക്ക് പ്രശ്നമുള്ള ഒരു വ്യാഖ്യാനി പറഞ്ഞത് നമ്മളും കർത്താവും സഭയും കർത്താവും തമ്മിൽ ലൈംഗികമായ ബന്ധം ഉണ്ടാകുന്നു. ഇതൊക്കെ പറയാൻ ആൾക്കാർ പെന്തിക്കോസിലുണ്ട്. കാരണം പെന്തിക്കോസിൽ എന്തും പറയാം. അതാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കര അപകടം എന്ന് പറയുന്നത്. ആര് ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ട് എനിവൺ ക്യാൻ കം ആൻഡ് ബ്ലാസ്റ്റ് എനിത്തിങ് ഓഫ്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ആൾക്കാർ ഇതിനിടയിലെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ അലറുന്ന സിംഹം പോലെ എതിരാളി നടക്കുന്നു. അപ്പൊ സിംഹത്തെ സ്വപ്നം കണ്ട അത് സാത്താനാണ് എന്ന് ചിലർ പറയും. യഹൂദായ സിംഹം യേശു ക്രിസ്തുവിനെ കണ്ടത്. അയ്യോ, സിംഹം പോലുള്ള പല മൃഗങ്ങളെ നമ്മൾ കാണാറുണ്ട്. കുതിരയോ കഴുതയോ ഒക്കെ സ്വപ്നം കാണാം. ഇതൊക്കെ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കരുത്. ഇതും വലിയ പ്രശ്നമാണ്. കാരണം ഓരോ സ്ഥലത്തും സിംഹം എന്ന് പറയുമ്പോൾ ഇവിടെ കൊല്ലാൻ നടക്കുന്ന ഒരു സിംഹത്തെ പോലെ 1 പത്രോസ് 5:8 അല്ലെ സാത്താനെ കുറിച്ച് പറയുന്ന സിംഹം പോലെ. ഓക്കെ, അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളും. അപ്പോൾ ഇതെല്ലാം ഉപമാനങ്ങളാണ്. എങ്ങനെയാണോ കണ്ണ് കൃഷ്ണമണിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അത് ഞാൻ കൃഷ്ണമണിയാന്നല്ല എൻ്റെ അർത്ഥം. കണ്ണ് എങ്ങനെയാണോ കൃഷ്ണമണിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഉപമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ രൂപകം എന്ന് പറയും മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ അതും ഇത് ഒന്നായിട്ട് താരതമ്യപ്പെടുത്തുന്നതാണ്. വിജ്ഞാനികളുടെ ഉപദേശം ജീവന്റെ നദി പോലെ, പ്രവാഹം പോലെയാണ്. സദൃശവാക്യങ്ങൾ 13:14. പ്രവാഹം പോലെയാണെന്നല്ല, പ്രവാഹമാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ടീച്ചിങ് ഓഫ് ദ വൈസ് ഈസ് എ ഫൗണ്ടൻ ഓഫ് ലൈഫ്. അത് ലൈക്കെന്നല്ല, അങ്ങനെ അതാണെന്ന്, അങ്ങനെയാണ് അത്. പക്ഷെ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു താരതമ്യമാണ്, കുറച്ചൊരു തീവ്രമായ താരതമ്യമാണ്. നമ്മൾ ഉപമാനത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളം ഭാഷ പഠിക്കുമ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ തലാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അത്. മുഖം അയ്യോ, തലയല്ല കേട്ടോ, മുഖം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം. അപ്പോൾ അതൊരു താരതമ്യമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ എന്തിനാണ്? അതൊരു പൊയറ്റിക് ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട്, ഭാഷ ഭംഗിയുള്ള ഭാഷയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റഫർ, അതുപോലെ യെശയ്യാ 64:8 നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യു ആർ അവർ ഫാദർ. അതൊരു മെറ്റഫർ അല്ല, അതൊരു റിലേഷൻഷിപ്പാണ്. പക്ഷെ എൻ്റെ പുറകെ വരുന്നത് വി ആർ ദ ക്ലേ ആൻഡ് യു ആർ ദ പോട്ടർ. ഞങ്ങൾ കളിമണ്ണും നീ അതിൻ്റെ, ഞങ്ങൾ കളിമണ്ണ് പോലെയാന്നല്ല, ഞങ്ങൾ കളിമണ്ണാണ്, നീ അതിൻ്റെ കുശവനുമാണ്.
ഓക്കെ, നിന്റെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത കളിമൺ പാത്രങ്ങളാണ് ഞങ്ങൾ, നിന്റെ ഇഷ്ടപ്രകാരമാണ് ഇത് മെനഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ കളിമൺ പാത്രങ്ങളാണെന്നാണോ? അല്ല. ഇങ്ങനെയുള്ള ഫിഗർ ഓഫ് സ്പീച്ചിനാണ് നമ്മൾ രൂപകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് മൈ ബോഡി എന്ന് പറഞ്ഞ കർത്താവ് ബ്രെഡ് എടുത്ത് കൊടുക്കുമ്പോൾ, ഇന്ന് കത്തോലിക്കരത് മെറ്റഫറ എന്നല്ല കാണുന്നത്, അത് ശരിക്കും റിയലി ആ അപ്പം യേശുവിന്റെ ശരീരമായി മാറുന്നു എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് യൂസ്ഡ് ആസ് എ മെറ്റഫർ. എങ്ങനെയാണോ നമ്മുടെ മുമ്പിലുള്ള അപ്പം തകർക്കപ്പെടുന്നത്, അതുപോലെ കർത്താവിന്റെ ശരീരവും നമുക്കായിട്ട് തകർക്കപ്പെടുന്നു. എങ്ങനെ അപ്പം നമുക്ക് താൽക്കാലികമായ ജീവൻ തരുന്നു, അതുപോലെ ക്രിസ്തുവിന്റെ ശരീരം നമുക്കായി നുറങ്ങപ്പെട്ടപ്പോൾ അത് എന്നേക്കുമായുള്ള നിത്യജീവന്റെ ആഹാരമായിട്ട് നമുക്ക് പരിണമിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ മെറ്റഫർ. ഓക്കെ, അത് കത്തോലിക്കർ പറഞ്ഞ പോലെ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച്. അവിടെ കർത്താവ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ല, അത് എന്താണ്, ആത്മാവും ജീവനുമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നതും ഇതെല്ലാം മെറ്റഫറാണ്. യേശുക്രിസ്തു ഒരു ലൈറ്റ് ആണോ? യെസ്, ലൈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ മെറ്റഫർ. ഓക്കെ, അല്ലാതെ പ്രകാശം എന്നാൽ എന്ത്? വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഇൻഫ്രാറെഡിനും അൾട്രാവയലറ്റിനും റേഡിനും ഇടയിൽ വരുന്നതാണെന്നാണ് കർത്താവ്. നോ, ദാറ്റ്സ് നോട്ട് ദ മീനിങ്, ദാറ്റ്സ് നോട്ട് ദ കമ്മ്യൂണിക്കേഷൻ. അവിടെ പറയുന്നത് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇരുട്ടിനെ പിടിച്ചടക്കാൻ പറ്റാത്ത നിത്യമായ തേജസ്സുള്ള നീതിയുടെ പെർഫെക്ഷനുള്ള കർത്താവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു മെറ്റഫർ വരുമ്പം ആ മെറ്റഫർ അങ്ങനെ എടുത്തുകൊണ്ട് പോകാതെ അതെന്താണ് ആ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകണ ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് പിടികിട്ടും. ഓക്കെ, അതുപോലെ അനേകം കാര്യങ്ങൾ വെളിപ്പാട് 19:7 പറയുന്നു, മാരേജ് ഓഫ് ദ ലാംബ്. ലാംബ് ജീസസ് ആണ്, ബ്രൈഡ് ചർച്ചാണ്. ഓക്കെ, രണ്ടുപേര് കല്യാണം കഴിക്കുകയാണ്. ഈ രണ്ടുപേര് കല്യാണം കഴിക്കാന്നുള്ളത് ഇറ്റ്സ് എ മെറ്റഫർ. അവിടെ കല്യാണം കൈപിടിച്ചു കൊടുക്കലൊന്നും ഇല്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ യൂണിയൻ ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. അത് നമുക്കതൊരു ഈ വെളിപ്പാട് വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഇതിനകത്തെല്ലാം ഈ മെറ്റഫറായിട്ടും പൊയറ്റിക് ലാംഗ്വേജ് ആയിട്ടും പ്രൊഫറ്റിക് ലാംഗ്വേജ് ആയിട്ടും ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെടുത്ത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ഈ അവിടെ യോഹന്നാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് മെറ്റഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലും വി മേക്ക് ഇറ്റ് ലിറ്ററൽ. അപ്പൊ ലിറ്ററൽ ആയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഫിഗർ ഓഫ് സ്പീച്ചുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലിറ്ററൽ എന്ന് പറയാൻ. അതല്ലാതെ ഞാൻ അക്ഷരാർത്ഥത്തിലേ വ്യാഖ്യാനിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ബിക്കോസ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേ ദാറ്റ് ദ ലാംഗ്വേജ് പ്രസൻസ് ദ മെസ്സേജ്. ഓക്കെ, അതുപോലെ ഇസ്രായേലിന് മുന്തിരിത്തോട്ടം എന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ എക്സാമ്പിൾസ് ആണ്. അവൻ പാറയാന്ന് പറയുന്നത് അല്ലെ, അവൻ പാറയാണെന്ന് അവൻ അനുഗമിച്ച ആത്മീക പാറ ക്രിസ്തുവാണ്. സോ ആത്മീക പാറ ക്രിസ്തുവിനെ പോലെയാണെന്നല്ല, ക്രിസ്തുവാണ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ യേശു ഒരു പാറയാന്ന് പറയുമ്പോഴും ഇല്ല, യേശു പാറയാണോ? നോ, പാറ പോലെയാണ്. പാറ പോലെയാന്നുള്ളതല്ല, ആ പാറ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് കർത്താവ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു സങ്കേതം എന്നുള്ള നിലയിൽ നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത്, ഇതിനെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും മെറ്റഫർ എന്ന ഒരു പ്രയോഗമാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം, മെറ്റോനിമി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിലൊന്നും മലയാളം എനിക്ക് അറിയാൻ മേലാട്ടോ. ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം എന്തെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ആരെങ്കിലും മലയാളം കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ സന്തോഷമാണ്. ഈ മെറ്റോനിമി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിന്റെ ഒരു പ്രയോഗമാണ്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഹൃദയം മുഴുവൻ നീയാണ്. ആരും ഡയലോഗ് അടിച്ചേക്കരുത്, ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഹൃദയത്തിൽ എന്താ ഉള്ളത്? ഒരു പമ്പ് ചെയ്യുന്ന ഒരു മെഷീനും കുറച്ച് രക്തവും 4 അറകളേ ഉള്ളൂ അല്ലെ, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് വേറെ ആരും ഇരിപ്പില്ല. ഉണ്ടോ? വേറെ ആരും ഇരിപ്പില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ഹൃദയം നിനക്ക് തന്നു എന്നൊക്കെ പറയുമ്പം ഈ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യാനാണ്? സോ അതിനെ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ മെറ്റോനിമി എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ആ ഹൃദയം കൊണ്ട് വേറൊരു കാര്യം ഉദ്ദേശിക്കാം. ഓക്കെ, ഇപ്പം മൈ ഹാർട്ട് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ ചിന്തകളും എൻ്റെ സ്നേഹവും നിന്നോടൊപ്പമാണെന്നാണ്. ഓക്കെ, എൻ്റെ ഹൃദയം നിന്റെ കൂടെയാണ്, ക്രിസ്തുവിന്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അപ്പം ഇങ്ങനെയുള്ള അതെ. ഓക്കെ, സാം മാത്യു ബ്രദർ അതിനൊരു വ്യക്തിയെ വിവരിക്കാൻ ഒരു സാധനത്തിന്റെ പേര് ഉപയോഗിക്കലാണ്. അതിനേക്കാളും നല്ല അർത്ഥം ഒരാശയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു വാക്ക് ഉപയോഗിക്കാം.
എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അതുപോലെ ഇനി വേറൊരു നമ്മൾ എപ്പോഴും പറയും വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറയില്ലേ, ഇല്ലേ? ഈ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് നമ്മൾ വേർപ്പ് കൊണ്ടാണോ അപ്പം ഭക്ഷിക്കുന്നത്? അല്ല. വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ തൊട്ട് വേർത്ത് പോരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേർപ്പ് കൊണ്ടല്ല നമ്മൾ അപ്പം ഭക്ഷിക്കുന്നത്. കഠിനാധ്വാനത്തെയാണ് വേർപ്പ് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയത്തെ സൂചിപ്പിക്കാൻ അതുമായിട്ട് കണക്ഷനുള്ള ഒരു വാക്കിനെ ഉപയോഗിക്കുന്നു. ഓക്കെ. വേണമെങ്കിൽ തൂമ്പ എടുത്ത് പണിതിട്ടാണോ ആഹാരം കഴിക്കാമെന്ന് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ സ്വെറ്റ് എന്നൊരു വാക്കുകൊണ്ട്, വിയർപ്പ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ആ മുഴുവൻ അധ്വാനത്തെയും കഷ്ടതയെയും ടയർഡ്നെസ്സിനെയും നമ്മൾ എന്തുമാത്രം സഫർ ചെയ്യണം എന്നുള്ളതിനെല്ലാം കാണിക്കാൻ വേണ്ടി ആ വേർപ്പ് എന്നൊരൊറ്റ വാക്ക്. അത് അധ്വാനം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം അധ്വാനം എന്തുകൂടാന്നില്ല, വേർത്തൊഴുകുന്നവരെന്നാ. ആ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്ത് കുളിച്ചാലേ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ വാക്കിന്റെ ഇന്റൻസിറ്റി അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെയുള്ള അനേകം മെറ്റോനിമി എന്ന് പറയുന്ന എന്താ, പിന്നെ നീതിമാന്റെ നാവ് എന്ന് പറഞ്ഞാൽ എന്താ? നീതിമാന്റെ നാവ് വിലയേറിയ വെള്ളി പോലെയാണ്. ഓക്കെ. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായത്തിലുള്ളതാണ്. ഈ നീതിമാന്റെ നാവ് വെള്ളിയാണോ? അല്ല. നാവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാവ് കൊണ്ടെന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ദ ലാംഗ്വേജ്. ഓക്കെ. ഉപദേശം അല്ല, അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുകയാണ്. ഒരു മാനുഷികമായി ബന്ധമില്ലാത്തൊരു കാര്യത്തിന് മനുഷ്യന്റെ ഒരു സ്വഭാവം കൊടുക്കുക, പേഴ്സോണിഫിക്കേഷൻ. വിസ്ഡത്തെ പേഴ്സോണിഫൈ ചെയ്തൊരു പേഴ്സണെ പോലെയാണ് സദൃശവാക്യത്തിൽ പലപ്പോഴും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹാബേലിനെ കൊന്നു കഴിയുമ്പം കായീനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം ഈ മണ്ണിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പൊ അത് നിലവിളിക്കുന്ന ഒരാളായിട്ട് കാണിച്ചേക്കുന്ന ആരെയാണ്? രക്തത്തെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കിടന്ന് രക്തം നിലവിളിക്കുന്നുണ്ടോ? ഇല്ല. ഞാനത് പറയാൻ കാരണം, നമ്മൾ ഒരു വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ ദ ഫിഗർ ഓഫ് സ്പീച്ച് അത് എന്ത് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അത് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. എന്നെ കേൾക്കുന്ന പല ആൾക്കാരും വിചാരിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ പഠിച്ചിട്ട് വേണോ പാസ്റ്ററെ, അല്ലെ ബ്രദറെ, അല്ലെ ചേസേ, ഇതൊക്കെ പഠിച്ചിട്ട് വേണോ നമുക്ക് ബൈബിൾ വായിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ആവശ്യം നമുക്കില്ല. കാരണം ബൈബിൾ ദൈവത്തിന്റെ പുസ്തകം എന്നുള്ള രീതിയിൽ എപ്പോഴും ഡൈനാമിക്കായി നമ്മോട് സംസാരിക്കും. എപ്പോഴും നമ്മോട് ശക്തമായി ഒരു വക അറിയാൻ വയ്യാത്തവനോടും വചനത്തിന് സംസാരിക്കാൻ പറ്റും. ഒരു പശ്ചാത്തലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ബൈബിൾ തുറന്നു നോക്കാത്തവർക്ക് പോലും ബൈബിൾ വചനം ദൈവത്തിന് കൊടുക്കാം. അത് വേറെ കാര്യം. പക്ഷെ ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശത്തിന്റെ വഞ്ചനയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് പലതരത്തിലുള്ള ഉപദേശങ്ങളുടെ വഞ്ചനയിൽപ്പെടാതെ ഒരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വെൻ യു ആർ ഡൂയിങ് അതോറിറ്റേറ്റീവ് പ്രീച്ചിങ്, നമ്മൾ എങ്ങനെയാണ് ആ പ്രീച്ചിങ്ങിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ നിന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്നൊക്കെ പറയുന്നത്, ഓക്കെ, ഇതെല്ലാം ഈ പേഴ്സോണിഫിക്കേഷൻ ആണ്. ഹാബേലിന്റെ നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, അവിടെ ഈ രക്തം നിലവിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. സങ്കീർത്തനം 77:16 ഒന്ന് വായിക്കാമോ? ഒരു വാക്യെങ്കിലും ഒന്ന് വായിക്കുന്ന നല്ലതാണല്ലോ. ഒന്ന് വായിച്ചേക്ക്. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ഈ പേഴ്സോണിഫിക്കേഷൻ ബൈബിളിൽ അനേകം തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആരും എടുക്കുന്നില്ല. The waters saw you, O God, the waters saw you, they were afraid. വായിച്ചോ. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചോ? അതൊരു വ്യക്തിയായിട്ടാണ് അതിനെ കാണുന്നത്, അല്ലെ? ഇനി അതുപോലെ നോക്കിക്കേ, ഇത് അനേകമുണ്ട്. ഞാനിത് വായിച്ച അത് മുഴുവൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല. When you are going through the Bible, you will see so many such examples. മലകൾ നിലവിളിക്കുന്നതായിട്ടും, ഓക്കെ, ഒരു ദേശം അതിലുള്ള ആളുകളെ വൊമിറ്റ് ചെയ്യുന്നതായിട്ട്, ലെവിറ്റിക്കസ്, ഇതെല്ലാം മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു അതുപോലെ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് ത്രൂ ഔട്ടുണ്ട്. പിന്നെ പാപം വാണു എന്ന് പറയുന്നുണ്ട്. ഒരു രാജാവിനെ വാഴാൻ പറ്റുള്ളൂ, അവിടെ പാപത്തെ ഒരു വാഴുന്ന രാജാവായി റോമലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ് പറഞ്ഞടുത്ത് മാമോൻ, അത് പണത്തെ സൂചിപ്പിക്കുന്നതാണ്, ഒരു വ്യക്തിയായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ.
അപ്പൊ അനേകം കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഈ പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ കാണുന്നത് ഐറണി എന്നുള്ള വാക്കാണ്, വിരോധാഭാസം. ഈ വിരോധാഭാസം എന്നുള്ളത് ഐറണി എന്ന് പറഞ്ഞു പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിനാണ് ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1 രാജാക്കന്മാർ, ഈ ഐറണി ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ ഐറണി എന്നുള്ള വാക്ക്? 1 രാജാക്കന്മാർ 18:27 ആദ്യം കിട്ടുന്ന ആൾക്ക് ഉറക്കെ വായിക്കും. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വിളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്കെ ഇത് ഏതെങ്കിലും ഒരു കാര്യം സത്യമാണോ? പ്രവാചകൻ പറയുന്നതാണ്. ഒരു കാര്യവും സത്യമല്ല. ഇതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പരിഹസിക്കാൻ വേണ്ടി ആ ദേവന്റെ ഗതികേടിനെ കാണിച്ചു തരികയാണ്. ത്രൂ ആൻ ഐറോണിക്കൽ സ്റ്റേറ്റ്മെന്റ് ആ പ്രോഫറ്റ് എന്താ കാണിച്ചിരുന്ന? പ്രവാചകന്റെ ഗതികേടിനെയാണ്, ആ ദേവന്റെ ഗതികേടിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി യോബ് പറയാണ്, നിങ്ങളുടെ ജ്ഞാനത്തിന്റെ വചനങ്ങൾ കേട്ടാൽ നിങ്ങൾ മരിക്കുന്നതോടുകൂടി ജ്ഞാനവും നിന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കളിയാക്കി പറയുന്നതാണ്. അതായത് ഉദ്ദേശിക്കുന്ന അതല്ല. അതാണ്. ഓക്കെ, അപ്പോൾ അനേകം വാക്യങ്ങൾ അങ്ങനെയുണ്ട്. മർക്കോസ് 2:17 ഇതൊരു സ്റ്റാൻഡേർഡ് ഐറണിയാണ്. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയെ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിനകത്ത് ഐറണി എന്താന്ന് പറയാം? വിരോധാഭാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം ഇതിനകത്ത് വിരോധാഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് 100 ആടുകളുടെ കഥ എടുക്കാം. 100 ആടുകൾക്കകത്ത് എത്ര നീതിമാന്മാരുണ്ട്? ദൈവം ഏതായാലും ഒരു പാപി 100ാമത്തെ ആടിനെ അന്വേഷിച്ചാണ് വന്നത്. ഈ ബാക്കി 99 പേരുടെ കഥ എന്താണ്? അവർ നീതിമാന്മാരാണോ? അല്ല, അവർ നീതിമാന്മാരല്ല. കാരണം നീതിമാൻ ആരുമില്ല. അപ്പോ ഇവര് നീതിമാന്മാരാന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട്, അവർക്ക് വൈദ്യന്റെ അടുത്തോട്ട് വരാൻ മനസ്സില്ലാത്തത് കൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ പോലെ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത്. ഞാൻ ഈ ഐറണി പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാമായിരുന്നു, നമ്മുടെ സഭയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയാൽ അത് നീതിമാനം ഉണ്ടാക്കുള്ളൂ, പാവി ഉണ്ടാക്കില്ല. അതിനീതി ബോധമുള്ള, സ്വയനീതി ബോധമുള്ള ഒരാൾ മാത്രമേ വഴക്കുണ്ടാക്കുള്ളൂ. അതെനിക്ക് നേരത്തെ, അതുകൊണ്ട് പണ്ടേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതിമാന്മാർക്ക് ഇതൊന്നും ആവശ്യമില്ല. പാവബോധമുള്ളവർക്ക് മാത്രമേ വചനം മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനർത്ഥം ബാക്കിയുള്ളവർക്കൊന്നും നീതി ഇല്ലെന്നല്ല, നീതി ഉണ്ടെന്നല്ല, ആർക്കും ഒന്നും ഇല്ല. പക്ഷെ ചിലർക്ക് നീതിമാന്മാരല്ലെന്നറിയില്ല. അവരെയാണ് നീതിമാന്മാരെന്ന് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി റൈറ്റസ് ആയതുകൊണ്ട് എൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല, അത് ആവശ്യമുള്ളവർ വന്ന് കേട്ടോളൂ എന്നായി പറയുന്നു. സോ ഇറ്റ്സ് എൻ ഐറണി ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ ഐറണിയുടെ അകത്തോട്ട് പോകുമ്പം ഒത്തിരി മെസ്സേജ് അതിനകത്തുണ്ട്, ഒത്തിരി സന്ദേശം അതിനകത്തുണ്ട്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച്, ജസ്റ്റ് വായിച്ചു വിടാതെ അതെന്താണ് ആ ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന അതും ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ അനേകം സ്ഥലത്ത് ഈ റോമൻ പട്ടാളക്കാരുടെ നമ്മൾ കാണുന്നുണ്ട്. ഈ രാജാവ് എന്ന് പറഞ്ഞ് കർത്താവിനെ പരിഹസിക്കുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐറണി എന്ന് പറയുന്നത്. ഇതും ബൈബിളിൽ അനേകം പ്രാവശ്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ, റെഫറൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം റെഫറൻസ് ചെയ്യാൻ, പിന്നീട് നോട്ടായിട്ട് വല്ലോ ഇതൊക്കെ പറഞ്ഞാൽ ഇതൊന്നും എഴുതിയെടുക്കാനൊന്നും കുറേ ഉണ്ട്. അനേകം ഈ ഐറോണിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്,
ചെറിയൊരു സമയത്തിനുള്ളിൽ നീ എന്നെ ക്രിസ്ത്യാനിയാക്കാനുള്ള പരിശ്രമമാണോ, നീ എന്നെ ഓൾമോസ്റ്റ് യു ആർ കൺവിൻസ്ഡ് മീ ടു ബിക്കം എ ക്രിസ്ത്യൻ എന്ന് പറയുന്നുണ്ട്. അത് ഈ പൗലോസിന്റെ ഉള്ള ഒരു പകുതി പരിഹാസത്തിലും കൂടെ പറയുന്നതാണ്. ഹി വിൽ നെവർ കം. പക്ഷെ ഈ ആർഗ്യുമെന്റിന്റെ പെർസ്യൂസീവ്നെസ് വെച്ചിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇപ്പം വേറൊരു കാര്യം, ഇനിയുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഓക്സി മോറോൺ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ഓക്സി മോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് സംസാരിക്കുന്നതിനാണ് ഓക്സി മോറോൺ എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് ദ ഫൂളിഷ്നെസ് ഓഫ് ഗോഡ് ഈസ് വൈസർ ദാൻ മാൻസ് വിസ്ഡം. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ, അയ്യോ ദൈവത്തിന് അങ്ങനെ ഒരു ഫൂളിഷ്നെസ് ഉണ്ടോ, ഈ ദൈവത്തിന്റെ ഫൂളിഷ്നെസ് മനുഷ്യന്റെ വിസ്ഡത്തെക്കാളും വലുതാന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഫൂളിഷ്നെസ് ദൈവത്തിനുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഓക്സിമോറോൺ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് വിവരമില്ല നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ് ദൈവത്തിന് നിങ്ങളില്ല എന്ന് വിചാരിക്കുന്ന ആ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മനുഷ്യന്റെ റീച്ചിന് വെളിയിലാണ് എപ്പോഴും ദൈവം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ദൈവത്തിന് ഫൂളിഷ്നെസ് ഉണ്ടെന്നല്ല. ഓക്കെ, അതുപോലെ നിങ്ങളുടെ വെളിച്ചം രാത്രിയിൽ പ്രകാശിക്കും. നിങ്ങളുടെ രാത്രി ഒന്ന് വായിക്കാതെ, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. 58:10 യെശയ്യാവ്. സകല ജാതികളും കാണുക യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. അതാണോ? വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെ ആകും. നിന്റെ അന്ധകാരം എങ്ങനെ മധ്യാഹ്നം പോലെ ആകുന്നു? അപ്പൊ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് അല്ലെ. അതിനർത്ഥം നിനക്കൊരു അന്ധകാരം ഉണ്ടാവുകയില്ലെന്നാണ്. ഉള്ളി മധ്യാഹ്നം, അന്ധകാരം മധ്യാഹ്നം പോലെ ആവുന്നല്ല. ദാറ്റ് മീൻസ് യു വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹൈപ്പർബോൾ എന്ന് പറയുന്നത്, ഹൈപ്പർബോളെ എന്ന് ചിലർ പറയാറുണ്ട്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഇതിനകത്ത് അതിശയോക്തി എന്ന് പറയും. ഇപ്പൊ നമ്മൾ ചില സമയത്ത് അതിശയോക്തി പറയാറുണ്ടല്ലേ. ചില ആൾക്കാർ ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത് മിക്കവാറും അതിശയോക്തിയാണ്. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞല്ല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ, കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ പട്ടി എൻ്റെ പുറകെ വന്നു, എന്തോരം വലുതായിരുന്നു, ഇത്രയും വലുതായിരുന്നു, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിന് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിൽ ഇങ്ങനെ ഹൈപ്പർബോള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ എടുത്തുണ്ട്. ഇത് നമ്മൾ അതിശോക്തിപരമായ അനേക കാര്യങ്ങൾ നമ്മൾക്ക് ഇത് ലാംഗ്വേജിന്റെ കണ്ണിലൂടെ നമ്മൾ ബൈബിൾ നോക്കി കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇസ് എ ഗുഡ് ടൂൾ. ഇപ്പൊ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന പിള്ളേരെ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദം ടു ഗോ ലേൺ സം ലാംഗ്വേജ്. അതാണ് പണ്ട് മിഷണറിമാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ദ ഫസ്റ്റ് ടൂൾ ഈസ് ടു ഹാവ് എ ഗുഡ് ലാംഗ്വേജ്, എ കമാൻഡ് ഓവർ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പം ആവർത്തന പുസ്തകം 1:28 ഒരു അതിശയോക്തിയാണ് പറയുന്നത്. ഓക്കെ, എവിടേക്കാകുന്നു നാം കയറിപ്പോകുന്നത്? ജനങ്ങൾ നമ്മെക്കാൾ വലിയവരും ദീർഘകായകന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ആകാശത്തോളം എത്തുന്ന മതിലുണ്ടോ? അതിന് ഇല്ല, അതൊരു അതിശയോക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് സങ്കീർത്തനം 6:6. ആരെങ്കിലും പെട്ടെന്ന് തൊട്ട് വചനം എടുക്കാമെങ്കിൽ ഈ ഹൈപ്പർബോള എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം പെട്ടെന്ന്. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. 6:6 സങ്കീർത്തനം 6:6 അത്? എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ഈ രാത്രി മുഴുവൻ കിടക്കയിൽ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരിക്കുമോ? സാധ്യത കുറവാണ്. ഒരാളുടെ കണ്ണുനീർ എങ്ങനെ രാത്രി മുഴുവൻ കട്ടിലൂടെ ഒഴുകണമെങ്കിൽ അത് നിസ്സാര ഒരു പരിപാടിയല്ല. നനച്ചു എന്നുള്ളത് ശരിയായിരിക്കും,
പക്ഷെ ഒഴുക്കുക എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം തീവ്രമായ ഒരു വേദനയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അതിശയോക്തിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ അനേകം കാര്യങ്ങളുണ്ട്. ഓക്കെ, 2 സാമുവേൽ 1:23. അതിന്റെ എത്ര പറഞ്ഞ ഇതിന്റെ ശൗലും യോനഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു, അതാണോ? മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. ഒന്നിന്റെ എത്ര പറഞ്ഞ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗവാന്മാർ, സിംഹത്തിലും വീരവാന്മാർ. ശരിക്കുമാണോ? കരുതലിലും മേരകത്വം ഉണ്ടായിരുന്നു അവർക്ക്. ഇതിനാണ് നമ്മൾ ഒരു പ്രസ്താവന പറയുമ്പം അതിന് അതിശയപരമായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ ഈ അരുണോദയപുത്രനായ ശുക്ര, നീ ഞാനത് പറഞ്ഞില്ലേ, ആ യെശയ്യാവ് 14 നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് സ്വസ്ഥമായിട്ട് വ്യാഖ്യാനിച്ച് കൊണ്ടുവരണമെന്ന്. അതിന് കാരണം അതാണ്. അതിനകത്ത് അതിശയോക്തി എന്ന് പറയുന്നൊരു സാധനം, ആ അതിശയോക്തിയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ദ ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹൈപ്പർബോൾ. അതാണ് നമ്മൾ പലപ്പോഴും ഇത് പിശാചാന്നൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഇനി അനേകം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിന്റെ പിറകെ പോവുക, ഇത് മുഴുവൻ പഠിച്ചു വരിക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പാരഡോക്സ് എന്ന് പറയുന്നത്, ഐറണി എന്ന് പറയുന്നതും പാരഡോക്സ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കാണുമ്പോൾ തെറ്റാണെന്ന് തോന്നും, പക്ഷെ ശരിക്കും അത് കറക്റ്റാണ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. ഒരേ സെന്റൻസിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് പറയുകയും ആ സ്റ്റേറ്റ്മെന്റിനെ എതിർക്കുകയും ചെയ്യും. അത് രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാരഡോക്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ കൺവെൻഷണൽ ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അത് വരുന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അനേകം ബൈബിളിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള 1-2 ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ ലേഖനം 15:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. Foolish one, what you sow is not made alive unless it dies. And what you sow, you do not sow that body that shall be, but mere grain, perhaps wheat or some other grain. But God gives it a body as He pleases. Okay? And to each seed its own body. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് കംസ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം ജീവൻ വരുന്നു. ഓക്കെ, ആളുകൾ ചിന്തിക്കുന്നത് മരണത്തോട് തീരുന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പാരഡോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, മരണത്തോട് ഇത് ആരംഭിക്കുകയാണ്. അതിന്റെ പാരഡോക്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സീഡ് വിതയ്ക്കുന്നു, പക്ഷെ അത് ഗ്ലോറിയസ് ആയിട്ട് വേറെ ഒന്നായിട്ട് രൂപാന്തരപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആരെല്ലാം നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നോ അവനതിനെ കണ്ടെത്തും എന്ന് പറയുന്ന ഒരു ആണ്. ഓക്കെ, അതുപോലെ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ഓക്കെ, ഇതെല്ലാം പാരഡോക്സിക്കലാണ്. യാക്കോബ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുവിൻ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ താഴ്ചയും ഉയർച്ചയും അല്ലെ, താണിരുന്നാൽ ദൈവം ഉയർത്തും എന്ന് പറയുന്നത്, ഇതെല്ലാം പാരഡോക്സിക്കലാണ്. ഓക്കെ, പിന്നെ ഒരു വാക്യം നമ്മൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, പാരഡോക്സ് കൊണ്ട് നിറഞ്ഞൊരു പാട്ട് നമ്മൾ എപ്പോഴും പാടാറുണ്ട്. അത് പാടി നമുക്ക് മനസ്സിലാക്കാം. Let the weak say I am strong, let the poor say I am rich, because of what the Lord has done for us. Give thanks with a grateful heart. Give thanks to the Holy One. എന്തുകൊണ്ടാ? Let the weak say I am strong. Paradox. ഓക്കെ, നിങ്ങൾ എന്തുമാത്രം തകർന്നവരാണോ അത്രമാത്രം കർത്താവിന്റെ പ്രസാദമുള്ളവരാണ്. നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് ദൈവം സമീപസ്ഥൻ. എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ പാപ അവസ്ഥയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും അവെയറാണോ അത്രമാത്രം കർത്താവിന്റെ സാമീപ്യം നമുക്കുണ്ട്. ഈ റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഈ ഒരു പാരഡോക്സുമായിട്ട് കണക്റ്റഡ് ആണ്. വെൻ യു ആർ റിപ്പൻറ്റിംഗ് യു ആർ ഇൻ ഫെയ്ത്ത്. വെൻ യു ഹാവ് ഫെയ്ത്ത്
യു വിൽ ഓൾസോ ബി റിപ്പൻഡിങ്. അനുതാപവും വിശ്വാസവും, മാനസാന്തരവും വിശ്വാസവും ഇതുപോലൊരു പാരഡോക്സ് ആയിട്ട് നമുക്ക്. അതുപോലെ തന്നെ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, മരണം ഞങ്ങളിലും ജീവൻ നിങ്ങളിലും വ്യാപിക്കും. ഓക്കെ, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പൊ ഇതിനകത്തെല്ലാം നശിച്ചു പോകേണ്ടതാണ്, അതാണ് നോർമൽ, ബട്ട് അങ്ങനെ സംഭവിക്കുന്നില്ല. സോ ദാറ്റ്സ് വാട്ട് യു കോൾ എ പാരഡോക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, അണ്ടർസ്റ്റേറ്റ്മെന്റ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ബോളിന് ഓപ്പോസിറ്റ് ഒരു കാര്യമാണ് അണ്ടർസ്റ്റേറ്റ്മെന്റ്. അണ്ടർസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ 5:36 പറയുന്നു, ഫോർ സം ടൈം എഗോ തിയൂദാസ് അപ്പിയർഡ് ക്ലെയിമിംഗ് ടു ബി സംബഡി. ഓക്കെ, ക്ലെയിമിംഗ് ടു ബി സംബഡി എന്ന് പറയാൻ എന്താ, ആരോ വലിയ ഒരാളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് റെയിൻഡ് എ ലിറ്റിൽ മോർ ദാൻ ദ ആവറേജ്. ഇപ്പൊ നമ്മളത് എങ്ങനെയാ പറയുന്നത്, ഞാൻ ഒന്ന് ചിന്തിച്ചോട്ടെ. ഓക്കെ, ഒത്തിരി ലേറ്റ് ആയല്ലോ, എന്താ ഇത്ര നേരമായിട്ടും വരാതിരുന്നത്? ഓ, ട്രാഫിക് ഒരു ഇത്തിരി കൂടുതലായിരുന്നു. അണ്ടർസ്റ്റേറ്റ്മെന്റ്, ശരിക്കും ട്രാഫിക് ഭയങ്കരമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പം എങ്ങനെയാ പറയുന്നത്, ഒരു ഇത്തിരി കൂടുതലായിരുന്നു. ഇത് ഇവിടെ നിന്ന് നടക്കാൻ പോയല്ലോ, മുഴുവൻ വെള്ളമാണല്ലോ. ഇന്നലെ കുറച്ച് മഴ കൂടുതൽ പെയ്തു. ശരിക്കും കുറച്ച് മഴയല്ല കൂടുതൽ പെയ്തത്. നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇത്. ബൈബിളിൽ അധികം ഇത് ഉപയോഗിച്ചിട്ടില്ല, 1-2 ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്ര ക്ലിയർ ആയിട്ട്. പക്ഷെ ഞാനത് ആ ഡിഫറെന്റ് ലിറ്റററി ജനറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഇതുപോലെ പഠിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റുന്ന കാര്യമല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഠിച്ച് മനസ്സിലാക്കി തലയിൽ വെക്കാനല്ല, നമുക്കിത് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളത്. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ് ഈ അക്കാഡമിക്സിനകത്ത് നഷ്ടപ്പെടുത്തരുത്. അതായത് നിങ്ങൾ ഭയങ്കര അർത്ഥം കണ്ടുപിടിക്കാൻ പോയി വലിയ പണ്ഡിതനായി പോകരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇതൊരു അപകടകരമായ രീതിയിലോട്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അങ്ങനെ എനിക്ക് MD പഠിക്കുമ്പോൾ എൻ്റെ തിസീസ് എന്ന് പറയുന്നത് ഹെർമന്യൂട്ടിക്സ് ആയിരുന്നു. അപ്പം ഇതിന്റെ പുറകെ ഞാൻ കുറേ നടന്നു. പെന്തക്കോസ്തുകാർ എങ്ങനെയാണ് വചനം വ്യാഖ്യാനിക്കുന്നത്, ബ്രദറുകാർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, ഇതെല്ലാം പോയി പല ആൾക്കാരോടും ചോദിച്ച് പല പ്രസംഗങ്ങളും കേട്ട് ഒരു പഠനം ഞാൻ നടത്തിയതാണ്. വലിയ കാര്യമായ പഠനമൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഇതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അറിയാമെങ്കിലും ഇതുകൊണ്ടൊന്നും വചനം മനസ്സിലാവില്ല. വചനം മനസ്സിലാകണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാണ്. ആ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമാണ് കർത്താവ് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നത്. ആ സംസാരം ഇല്ലെങ്കിൽ, ആ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അക്ഷരം കൊണ്ട് എത്ര അഭ്യസിച്ചാലും നമുക്ക് വചനം ഒന്നും മനസ്സിലാവില്ല. ഇതൊരു അണ്ടർലൈൻ പ്രിൻസിപ്പിളായിട്ട്. കാരണം ഞാൻ ഏറ്റവും നല്ലതുപോലെ പഠിച്ചിരുന്ന കാലത്തല്ല എനിക്ക് ബൈബിൾ മനസ്സിലായത്. ഈ പുസ്തകങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവെ ഞാനൊരു പൊട്ടനെ പോലെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു പറഞ്ഞപ്പോഴാണ്. And it's always a relationship with God that teaches you much more than anything else. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ ബ്രെയിനിന്റെ പുറകിലത്തെ തട്ടിലേക്ക് ഇട്ടേക്കണം, അതവിടെ കിടന്നോളൂ. ഓക്കെ, അതെടുത്ത് എല്ലാ ദിവസവും പ്രയോഗിക്കാൻ നോക്കരുത്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് അറിഞ്ഞിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റായ ഒരു ഉപദേശം നമുക്ക് കേൾക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യാനും മനസ്സിലാക്കാനും നമുക്ക് പ്രയോജനകരമാണ്. അപ്പോൾ ഞാൻ ഈ എല്ലാ ഫിഗർ ഓഫ് സ്പീച്ചും പറഞ്ഞില്ല, അനേകം പാരബിൾസ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിച്ചു വിട്ടേക്കാൻ തീരുന്നതിന് മുമ്പ്, ഈ പാരബിൾ വ്യാഖ്യാനിക്കുമ്പോഴും അലിഗറി വ്യാഖ്യാനിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ കൂടെ. ഓക്കെ, വിട്ടുപോയതാണ് പറയാൻ. പാരബിൾ എന്ന് പറയുമ്പം എപ്പോഴും അതിനൊരു മെയിൻ ഐഡിയ ഉണ്ട്. ആ മെയിൻ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പോൾ പല സ്ഥലത്ത് വീണ കഥകളൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിനൊരു മെയിൻ ഐഡിയ ഉണ്ട്. ആ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുക്കപ്പെട്ട നിലങ്ങളിൽ മാത്രമേ ഈ വചനം പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അതുപോലെ ഓരോ പാരബിൾ നമ്മൾ എടുത്താലും ആ പാരബിളിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്.
ഒരൊറ്റ മെയിൻ മെസ്സേജ്, അതിന്റെ ഭാഗമായിരിക്കും ബാക്കിയുള്ളതെല്ലാം. ശബരിയാക്കാരൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് പറയുമ്പം അത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്, ആരാണ് സുഹൃത്ത്. അങ്ങനെ കർത്താവിൻ്റെ എല്ലാ ഉപമകൾക്കകത്തും ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ നമുക്ക് മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അലിഗറി അങ്ങനെയല്ല. അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്കാരിക വ്യാഖ്യാനത്തിന് നമ്മൾ അങ്ങനെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പൊ അതിനകത്ത് കൊമ്പ്, വേര്, വസിക്കുന്നത്, ഇല, തോട്ടക്കാരൻ, എല്ലാത്തിനും മീനിങ് ഉണ്ട്. ഓരോന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുത്തിന് 100 ആടുണ്ടായിരുന്നു, 99 വിട്ടിട്ട് ഒരെണ്ണത്തിനെ മരുഭൂമിയിൽ അന്വേഷിച്ച് നടന്നു. മരുഭൂമിയിൽ ഇട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ അന്വേഷിച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റേ ഉള്ളൂ അതിനകത്ത്, പാവിയെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്. അത് പറയാൻ വേണ്ടി അത് പറയുന്നത് അല്ലെ. പിന്നെ മുടിയനായ പുത്രന്റെ കഥ എടുത്തു. ഈ മുടിയനായ പുത്രന്റെ കഥ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാധാരണ ആൾക്കാർ പറയുമ്പം ഈ ഒറ്റ അർത്ഥം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് പല അർത്ഥങ്ങൾ നമ്മൾ കൊണ്ടുവരും. അവനിങ്ങനെ വാഴവര തിന്നുകൊണ്ട് നടന്നപ്പോൾ അവൻ ഓർത്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര ആൾക്കാരാണ്, വേലക്കാരാണ് തിന്നു കുടിച്ച് ശേഷിപ്പിക്കുന്നത്, ഞാനിങ്ങനെ കിടന്ന് മരിക്കുവാണല്ലോ എന്ന് ഇവൻ ചിന്തിച്ചു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലേ? ആണോ? അപ്പനവിടെ കയറ്റിക്കൊണ്ടാണ് രക്ഷപ്പെട്ടു അല്ലേ? ശരിക്കും അതിൻ്റെ മെയിൻ ഐഡിയ എന്താണ്? ഈ 100 ആടുകളുള്ള അതേ കഥ തന്നെയാണതും. കാണാതെ പോയതിനെ കാത്തിരിക്കുന്ന ഒരപ്പൻ. ഈ അപ്പൻ മാത്രമല്ലേ ഈ മകനെ ദൂരെ നിന്ന് കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ് അപ്പൻ ദൂരെ നിന്ന് കണ്ട്? എപ്പോഴും അപ്പൻ്റെ കണ്ണ് റോട്ടിലായിരുന്നു, എല്ലാ സമയത്തും റോട്ടിലായിരുന്നു. അത് മകൻ അറിയാമായിരുന്നു. ആ സ്നേഹത്തിന്റെ കുരുക്ക് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ അപ്പൻ ആ റോഡിൽ നിന്ന് മാറില്ല എന്ന് ആ മകൻ അറിയാമായിരുന്നു. ഇറ്റ്സ് ദി നേച്ചർ ഓഫ് ഗോഡ് ഹൂ ഫോർഗീവ്സ് ദ സിന്നേഴ്സ് ആൻഡ് അക്സെപ്റ്റ്സ് ദ സിന്നേഴ്സ്. അത് സഹിക്കാൻ പറ്റാത്ത സ്വയനീതിക്കാര് അപ്പുറത്തിരുന്ന് ആ ഒരു കാര്യമാണ് കർത്താവ് ആ അധ്യായം മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ലോസ്റ്റ് ഷീപ്പ്, ദ ലോസ്റ്റ് കോയിൻ, ദ ലോസ്റ്റ് സൺ. 3 നഷ്ടങ്ങൾ. അപ്പോൾ ഇത് ആ അപ്പന്റെ കഥയാണ്. അപ്പൻ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമാണ്. അത് മുടിയനായ പുത്രന്റെ കഥ നമ്മൾ പറയുമെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ദ ജോയ് ഓഫ് ദ ഫാദർ വെൻ എ സിന്നർ റിപ്പൻസ്. അത് തന്നെയാണ് ബ്രഹ്മ കാണാതെ പോയപ്പോൾ. അപ്പൊ നമുക്ക് ആ മേജർ തീം നമ്മുടെ ചുറ്റും വായിക്കുമ്പോൾ കർത്താവ് എന്തായി പറഞ്ഞു വരുന്നത്, ദൈവം എങ്ങനെയാണ് ഈ പാപികളെ സ്നേഹിച്ച്, ഞാൻ എന്തുകൊണ്ടാണ് ഈ പാപികളുടെ പിന്നാലെ പോകുന്നത്, ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷനാണ് കർത്താവ് തരുന്നത്. അപ്പോൾ ഓരോ പാരബിൾ നമ്മൾ കേൾക്കുമ്പോഴും ആ പാരബിളിന് ഒരു മീനിങ് ഉണ്ട്. ആ ഒരു മീനിങ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാരബിൾ ഒരിക്കലും കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. സോ വി നീഡ് ടു ലുക്ക് അഗെയിൻ, റീഡ് അറൗണ്ട്, റീഡ് ഫ്രം ദ ബിഗിനിങ്, റീഡ് ഫ്രം ദ എൻഡ് അണ്ടിൽ ദ എൻഡ്. അത് എന്താണ് ആ ഒരൊറ്റ വൺ പർപ്പസ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു ഒരു ഗ്രേഡ് ഉണ്ട്. ഓക്കെ, കാണാതെ പോയ ഒരു വളർത്തുമൃഗം, ഉള്ളിൽ വളരെ വിലയേറിയ സമ്പത്ത്, അടുത്തത് വിലയേറിയ ഒരു പുത്രൻ. ഈ കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന, കാത്തിരിക്കുന്ന, കണ്ണ് റോഡിലേക്ക് വെച്ച് നോക്കിയിരിക്കുന്ന ഒരു പിതാവിന്റെ പിക്ചറാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എപ്പോഴും ഈ കർത്താവിനോടുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ റീഡിങ് ഓഫ് ദ ബൈബിൾ. ഈ റീഡിങ് ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത്, പ്രസംഗിക്കാൻ വേണ്ടി ആരും ബൈബിൾ വായിക്കരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഭയങ്കര മണ്ടത്തിലാണ്. വി ഷുഡ് ഹാവ് എ ഹാബിറ്റ് ഓഫ് റീഡിങ് ദ ബൈബിൾ. ആ ബൈബിളിൽ നിന്ന് തക്ക സമയത്ത് ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ an interpreter, a person who wants to interpret the Bible, should have a relationship with God at the same time with the Bible. അവൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളുമായിട്ടും അവന് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ബൈബിളിന് പണ്ടുകാലത്തെ അമ്മച്ചിമാര് പൈസ കൊണ്ട് ബൈബിളിനകത്ത് വെക്കുന്ന പിള്ളേരെടുക്കാത്ത ഒരേ ഒരു പുസ്തകം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയാണ് പലരുടെയും ബൈബിളിൻ്റെത്. സോ വി നീഡ് ടു, ദ ബൈബിൾ ഷുഡ് ബിക്കം ഫെമിലിയർ വിത്ത് us അല്ലെ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വി നീഡ് ടു ലേൺ. അത് മാത്രമല്ല, നമ്മുടെ പാപാവസ്ഥയെ, നമ്മുടെ ചുറ്റുമുള്ള പാപാവസ്ഥ, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. ഇപ്പോൾ ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ പോവാണ്, സ്റ്റേജിൽ നിൽക്കുകയാണ്, പ്രസംഗരെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രധാന ആവശ്യം എന്താണ്? അവരെല്ലാം ഭയങ്കര ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമാണ് എന്നല്ല, അതല്ല നീഡ്. നീഡ് എന്ന് പറയുന്നത് അവർക്ക് ക്രിസ്തു ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ്സ് ദ പ്രൈമറി നീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി ഞാൻ പറയാണ്. ഈ പ്രധാന തീം ഒരെണ്ണം ഉണ്ടെങ്കിലും അതിനോട് കണക്റ്റഡ് ആയിട്ട് മറ്റ് തീമുകളുണ്ടാവും. ഇസ്രായേൽ മക്കളുടെ ആറ്റിറ്റ്യൂഡ്, ആ മൂത്ത മകന്റെ, അത് അവിടെ വ്യക്തമായിട്ടുണ്ട്.
ബട്ട് ദ മേജർ തീം ഈ പാരബിളിന്റെ പ്രത്യേകത, വൺ തീം വിൽ ഷാഡോ അതർ തീംസ്. ബാക്കിയുള്ളതിന്റെ എല്ലാം മുകളിൽ. അപ്പൊ ഇതിന്റെ പന്നി എന്ന് പറഞ്ഞ ഇതാണെന്നും കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ടു ഫോക്കസ് ദെയർ. അപ്പൊ അലഗറി ആയിരുന്നെങ്കിൽ നമ്മളതെല്ലാം പറഞ്ഞേനെ. അവൻ എടുത്തുകൊണ്ട് പോയ കാശ് എന്തായിരുന്നു, ആ കാശ് കൊണ്ടുപോയി പന്നിക്ക് പന്നിക്കല്ലോ കൂട്ടുകാരുമായിട്ട് ദൂർത്തെറിച്ചപ്പം അതെന്തായിരുന്നെന്നും പന്നിയുടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇതെല്ലാം വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ വഴിതെറ്റിപ്പോയി, അത് നമുക്കറിയാം. തിരിച്ചു വരുന്നു, അതറിയാം. ഇത്രയേ ഉള്ളൂ. അതാണ് മെസ്സേജ്. നമുക്ക് ഈ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ, അല്ലെങ്കിൽ വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോയി ഒരുത്തൻ. യെരുശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പട്ടണവും യെരിഹോ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ പട്ടണമാണ്. അങ്ങനെയൊന്നും കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. വി ഡോണ്ട് നോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ബൈബിളിനകത്തോട്ട് കടത്തിക്കൊണ്ടുവരരുത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാനാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് കാര്യം, ആൻ ഇന്റർപ്രറ്റർ ഷുഡ് ബി സ്പിരിറ്റ് ഫിൽഡ്. ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റണം. നമ്മൾ വചനം വായിക്കുമ്പോൾ ആത്മാവ് എന്ത് പറയുന്നു, ഇതിനകത്ത് ആത്മാവിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ കൂടുതൽ ടെക്നിക്കലായി മാറി ആത്മാവിന്റെ ശബ്ദം കേൾക്കാതാകരുത്. വി നീഡ് ടു ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇൻ ഈച്ച് വേഴ്സ് യു വിൽ ഫൈൻഡ് ഇറ്റ്. എല്ലാ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ബട്ട് ദർ ഇസ് എ ഡീപ്പർ സെൻസ് ഓൺലി ദാറ്റ് വിച്ച് ഹോളി സ്പിരിറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഗ്രാമാറ്റിക്കൽ മീനിങ്. ഓക്കെ, ഞാൻ അതിന്റെ സ്ട്രക്ചർ ഒന്നും കൂടെ പറയാം. ലാസ്റ്റ് മിനിറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം, ഓദർ എന്താണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഉദ്ദേശിച്ച മെസ്സേജ് എനിക്ക് ലഭിച്ചു. പക്ഷെ അതിനകത്ത് ആത്മാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് അതിനകത്തുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഗോഡ്സ് വേർഡ്. ഇതില്ലാതെ വെറും അക്ഷരങ്ങൾ മാത്രമേ ആവുള്ളൂ. അപ്പോൾ ലൈഫിന്റെ കമ്മ്യൂണിക്കേഷൻ കൂടി ഉണ്ട് വചനത്തിനകത്ത്. വേറൊരാളിൽ വിശ്വാസം ഉളവാക്കത്തക്ക രീതിയിൽ ലൈഫ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഓരോ സമയത്തും, ജീവിതത്തിന്റെ ഓരോ സമയത്തും ഈ വചനത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഫിഗർ ഓഫ് സ്പീച്ച് അല്ല, ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനത് നോട്ടായിട്ട് ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കാൻ ഈ ടൈം ഉണ്ടെന്നും തോന്നുന്നില്ല. ലെറ്റ് മീ ആസ്ക് സം ഓഫ് മൈ ബ്രദേഴ്സ് ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടാക്കാം. ഒരു ഗ്യാരണ്ടി ഇല്ല, ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. ബട്ട് ഐ വിഷ് ഐ കുഡ് ഡു ഇറ്റ്. ഓക്കെ, പക്ഷെ കൂടുതൽ ഇനി മുമ്പോട്ട് ഇത് കൊണ്ടുപോകുന്നില്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വി വിൽ മീറ്റ് അനദർ ടൈം with another class. Okay, God bless you all. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനം ശരിക്കും മനസ്സിലാക്കുവാനും കർത്താവേ ഡിവോഷനോടുകൂടി, അങ്ങനെയുള്ള സ്നേഹത്തോടെ, ഭയത്തോടെ, വിറയലോടെ, ആ ജീവന്റെ സന്തോഷത്തോടെ അത് വായിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവേ, ആത്മാവ് സഭകളോട് പറയുന്നത്, എന്നോട് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും എന്നോട് പറയുന്നത് എല്ലാം ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിജ്ഞാനത്തിൻ്റെ വചനം കർത്താവെ ആ അത്ഭുതകരമായ ആത്മാവിന്റെ പ്രകാശനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.